ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മാംഗ്ലൂർ ബൺസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്, അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ കാണിക്കുന്നത്. 1 കപ്പ് മൈദ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പഴം എടുത്തിട്ടുണ്ട്, കദളിപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ നല്ല പഴുത്ത പഴമാണ്. അപ്പോൾ 1 കപ്പിന് 1 കദളിപ്പഴമാണ് കേട്ടോ. അതുപോലെ 3 ടേബിൾ സ്പൂണ് പഞ്ചസാര, പിന്നെ 3 ടേബിൾ സ്പൂണ് തൈര്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്, പഞ്ചസാരയും തൈരും കൂടെ. ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു പഴമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം. അപ്പോൾ നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പഴവും പഞ്ചസാരയും ഒക്കെ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്കിതിലോട്ട് മൈദ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേശ്ശേ ചേർത്തിട്ട് ഒരു പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ഡോ ആക്കി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിലോട്ട് ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, ഉപ്പും അതുപോലെ ബേക്കിംഗ് സോഡയും. അപ്പോൾ നമുക്ക് ആദ്യം പഴം അരക്കുന്ന കൂട്ടത്തിലും ചേർക്കാം, അതുപോലെ നമ്മൾ അരച്ചെടുത്ത ശേഷവും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മൈദ ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കുക. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പാകത്തിനായിട്ടുണ്ട് 1 കപ്പ് മൈദ. വേറെ കൂടുതലൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. വേണമെങ്കിൽ അങ്ങനെ ഒരു ഇച്ചിരി 1-2 ടീസ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് നമ്മളൊരു 8-9 മണിക്കൂറൊക്കെ മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ രാത്രി നമുക്ക് വെച്ചാൽ നമുക്ക് രാവിലെ അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു മാംഗ്ലൂർ ബൺസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് ഒരു 10 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 8 മണിക്കൂർ മുതൽ നമുക്ക് 10 മണിക്കൂർ വരെയൊക്കെ മാറ്റി വെക്കാം. അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ട് മാവ് ഒരിച്ചിരി ഇതായിട്ടുണ്ട്, അല്ലാതെ അങ്ങനെ ഒരുപാട് അങ്ങ് പൊങ്ങി വരത്തൊന്നുമില്ല. നമ്മൾ ഇതിലോട്ട് ഈസ്റ്റൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കാം. ഒരുപാട് തിന്നാക്കിയിട്ടല്ല കേട്ടോ പരത്തിയെടുക്കേണ്ടത്. നമ്മൾ പൂരിയൊക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് അങ്ങ് തിന്നാക്കി എടുക്കണ്ട. അപ്പോൾ ഒരിച്ചിരി കനത്തിൽ തന്നെ പരത്തിയെടുക്കുക. എന്നാലാണ് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ബൺസിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഞാനിതുപോലുള്ള, നിങ്ങൾക്ക് ചപ്പാത്തി പലകയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിതുപോലെ ഈ ഒരു പത്തിരി പ്രസ്സിലാണ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഒരുപാട് അങ്ങനെ പ്രസ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് തിന്നാക്കി എടുക്കണ്ട. അതുപോലെ നമ്മൾ പൂരിക്കൊക്കെ ചെയ്യുന്നതിനേക്കാളും ഒരിച്ചിരി തിക്നെസ് ആക്കിയിട്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള പത്തിരി പ്രസ്സിലാകുമ്പോൾ നമുക്ക് എല്ലാ സൈഡും ഒരുപോലെയായി കിട്ടുന്നുണ്ട്. നമ്മൾ പലകയിൽ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ ഒരു സൈഡ് തിന്നും ഒരു സൈഡ് തിക്കും അങ്ങനെയൊക്കെ ആയി വരാറുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പത്തിരി പ്രസ്സിൽ ഇങ്ങനെ പരത്തിയെടുത്തത്. അപ്പോൾ ഇത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി പൊങ്ങി വരണം, എന്നാലേ നല്ല ആ ഒരു ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് തിന്നാക്കി എടുത്താൽ നമുക്കങ്ങനെ പെട്ടെന്ന് പൊങ്ങി വരില്ല. പിന്നെ നന്നായിട്ട് പൊങ്ങി വന്നില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഈ ഒരു ചൂട് എണ്ണ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ട് മറ്റേ സൈഡ് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ പൊങ്ങി വന്നാലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ ആവുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റാം. ഇപ്പോൾ 2 സൈഡും ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയാൽ മതി. അപ്പോൾ ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് തിന്നാക്കി എടുക്കേണ്ട, ഒരിച്ചിരി തിക്നെസ്സോടെ കൂടി തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ നല്ലോണം പൊങ്ങി വരും.
അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റാം 2 സൈഡും. അപ്പോൾ ഇത് സാമ്പാർ, ചട്നി ഇതിൻ്റെ കൂടെയൊക്കെയാണ് കേട്ടോ ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഇതിൻ്റെ മധുരവും അതുപോലെ ചെറിയൊരു പുളിയും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മാംഗ്ലൂരിലൊക്കെ ഫേമസ് ആണ് മാംഗ്ലൂർ ബൺസ്. അതുപോലെ ഇവിടെ ബാംഗ്ലൂരിലും ഫേമസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എളുപ്പമല്ല ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. രാത്രി കുഴച്ച് വെച്ചാൽ നമുക്ക് രാവിലെ പിന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. വൈകിട്ടേക്ക് വേണമെങ്കിൽ നമ്മൾ രാവിലെ ഒരു 7 മണിക്കൊക്കെ ഒന്ന് കുഴച്ച് വെച്ചാൽ നമുക്കൊരു 3-4 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം കേട്ടോ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്